ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുമായി ഓപ്ഷനോട് കൂടിയ 100 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ 100 ചോദ്യങ്ങളോട് കൂടിയ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 2/5/2026 രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാവുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ലാത്തത് ആർക്കാണ് എന്നാണ് ഗലാത്യ 5:6 പറയുന്നത്? എ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ബി. വിജാതിയർക്ക്, സി. നിയമം പാലിക്കുന്നവർക്ക്, ഡി. അബ്രാഹത്തിൻ്റെ മക്കൾക്ക്. ഉത്തരം എ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. ചോദ്യം 2. ഗലാത്യ 5:15 സമാനമായ ഒരു വാക്യം ഏത്? എ. ജെറമിയ 1:5, ബി. ഏശയ്യ 38:1, സി. ജെറമിയ 1:7, ഡി. ഏശയ്യ 48:1. ഉത്തരം എ. ജെറമിയ 1:5. ചോദ്യം 3. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് എന്താണ്? എ. വിശുദ്ധനുമാണ്, ബി. ആദ്യജാതനുമാണ്, സി. അവകാശിയുമാണ്, ഡി. കുടുംബാംഗവുമാണ്. ഉത്തരം സി. അവകാശിയുമാണ്. ചോദ്യം 4. ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്ന സ്ത്രീ ആരാണ്? എ. സാറ, ബി. എലിസബത്ത്, സി. ഹാഗാർ, ഡി. റാഹേൽ. ഉത്തരം സി. ഹാഗാർ. ചോദ്യം 5. പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ആരാണ് പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെടാതിരുന്നത്? എ. ബാർണബാസ്, ബി. ഗ്രീക്കുകാരനായ തീത്തോസ്, സി. ലൂക്ക, ഡി. മാർക്കോസ്. ഉത്തരം ബി. ഗ്രീക്കുകാരനായ തീത്തോസ്. ചോദ്യം 6. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും എപ്രകാരമാണ് പൗലോസിനോടും ബാർണബാസിനോടും പ്രതികരിച്ചത്? എ. അവരെ എതിർത്തു, ബി. തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിക്കൊണ്ട്, സി. അവരെ ഒഴിവാക്കി, ഡി. അവരെ ശിക്ഷിച്ചു. ഉത്തരം ബി. തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിക്കൊണ്ട്. ചോദ്യം 7. ഗലാത്യ 5:26 പ്രതിപാദിക്കുന്ന പ്രവൃത്തികളിൽ പെടാത്തത് ഏത്? എ. പ്രകോപിപ്പിക്കുന്നവർ, ബി. അസൂയപ്പെടുന്നവർ, സി. അഹങ്കാരികൾ, ഡി. വ്യർത്ഥാഭിമാനികൾ. ഉത്തരം സി. അഹങ്കാരികൾ. ചോദ്യം 8. ഗലാത്യക്കാരുടെ ഏത് അനുഭവത്തെക്കുറിച്ചാണ് വ്യർത്ഥമായിരുന്നുവോ തീർത്തും വ്യർത്ഥം എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ. ചെയ്ത പാപങ്ങൾ, ബി. പഠിച്ച നിയമങ്ങൾ, സി. സഹിച്ചവയത്രയും, ഡി. നൽകിയ ദാനങ്ങൾ. ഉത്തരം സി. സഹിച്ചവയത്രയും. ചോദ്യം 9. എന്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത്? എ. വിശുദ്ധിയിലേക്ക്, ബി. നിത്യജീവനിലേക്ക്, സി. നിത്യരക്ഷയിലേക്ക്, ഡി. സ്വാതന്ത്ര്യത്തിലേക്ക്. ഉത്തരം ഡി. സ്വാതന്ത്ര്യത്തിലേക്ക്. ചോദ്യം 10. അറേബ്യയിൽ നിന്ന് പൗലോസ് തിരിച്ചു വന്നത് എവിടേക്കാണ്? എ. ജെറുസലേമിലേക്ക്, ബി. ദമാസ്കസിലേക്ക്, സി. ഗലാത്യയിലേക്ക്, ഡി. റോമിലേക്ക്. ഉത്തരം ബി. ദമാസ്കസിലേക്ക്. ചോദ്യം 11. പൗലോസ് ഗലാത്യയിലെ ലേഖനം എവിടെ വെച്ച് എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്? എ. ജെറുസലേമിൽ, ബി. ദമാസ്കസിലോ സിറിയയിലോ, സി. എഫേസോസിലോ മക്കദോനിയയിലോ, ഡി. അറേബ്യയിൽ. ഉത്തരം സി. എഫേസോസിലോ മക്കദോനിയയിലോ. ചോദ്യം 12. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയുള്ളതാണ്? എ. ലളിതമാണ്, ബി. മാനുഷികമല്ല, സി. രഹസ്യമാണ്, ഡി. പഴയതാണ്. ഉത്തരം ബി. മാനുഷികമല്ല. ചോദ്യം 13. ഗലാത്യ 5:13 വിശുദ്ധ പൗലോസ് ഗലാത്യരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏത്? എ. സഹോദരരെ, ബി. കുഞ്ഞുങ്ങളെ, സി. മക്കളെ, ഡി. വിശുദ്ധരെ. ഉത്തരം എ. സഹോദരരെ.
ചോദ്യം 14. ഏത് തമ്മിൽ പരസ്പരം എതിർക്കുന്നത് നിമിത്തമാണ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത്? എ. ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും. ബി. ജഡികാഭിലാഷങ്ങളും ആത്മാവിൻ്റെ മോഹങ്ങളും. സി. നന്മയും തിന്മയും. ഡി. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും. ഉത്തരം എ. ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും. ചോദ്യം 15. ഏത് കാലം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു എന്നാണ് ഗലാത്യ 3:24 പറയുന്നത്? എ. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. ബി. മോശയുടെ മരണം വരെ. സി. പ്രവാചകന്മാർ വരുന്നത് വരെ. ഡി. ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നത് വരെ. ഉത്തരം എ. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. ചോദ്യം 16. ഗലാത്യ 2:13 അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന അവൻ ആരാണ്? എ. പൗലോസ്. ബി. ബാർണബാസ്. സി. കേഫ. ഡി. തീത്തോസ്. ഉത്തരം സി. കേഫ. ചോദ്യം 17. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, മറിച്ച് എന്തിലൂടെയാണ്? എ. നല്ല പ്രവൃത്തികളിലൂടെ. ബി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. സി. സ്നാനത്തിലൂടെ. ഡി. പള്ളിയിൽ പോകുന്നതിലൂടെ. ഉത്തരം ബി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ചോദ്യം 18. പൗലോസിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? എ. റോമൻ സൈന്യം. ബി. യഹൂദാചാരവാദികൾ. സി. വിജാതീയർ. ഡി. എഫേസോസുകാർ. ഉത്തരം ബി. യഹൂദാചാരവാദികൾ. ചോദ്യം 19. എന്തു പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 4-ാം അധ്യായം ആരംഭിക്കുന്നത്? എ. എൻ്റെ കുഞ്ഞുമക്കളെ. ബി. ഭോഷന്മാരായ ഗലാത്യക്കാരെ. സി. സഹോദരരെ. ഡി. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ഉത്തരം ഡി. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ചോദ്യം 20. എന്തിൻ്റെ അനന്തരഫലമായാണ് സ്വാതന്ത്ര്യത്തിൻ്റെ കാലം ആരംഭിച്ചത്? എ. നിയമത്തിൻ്റെ ആധിപത്യത്താൽ. ബി. ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകരണത്തിൻ്റെ. സി. യുദ്ധത്തിൻ്റെ ഫലമായി. ഡി. സാമ്പത്തിക വളർച്ചയാൽ. ഉത്തരം ബി. ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകരണത്തിൻ്റെ. ചോദ്യം 21. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്ന പ്രസ്താവനയെ തുടർന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്ന ചോദ്യം എന്ത്? എ. നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ബി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സി. നിങ്ങളുടെ വിശ്വാസം എവിടെ? ഡി. നിങ്ങൾ നിയമം പാലിക്കുന്നുണ്ടോ? ഉത്തരം എ. നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ചോദ്യം 22. പൗലോസ് ഗലാത്യ വിട്ടതിന് ശേഷം യഹൂദ ക്രിസ്ത്യാനികൾ അവിടം സന്ദർശിച്ച് അബദ്ധ പ്രബോധനങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കിയ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യമേത്? എ. ഗലാത്യ 1:5. ബി. ഗലാത്യ 1:6. സി. ഗലാത്യ 1:7. ഡി. ഗലാത്യ 1:8. ഉത്തരം സി. ഗലാത്യ 1:7. ചോദ്യം 23. ദൈവം പൗലോസിനെ വിളിച്ചത് എന്തിനാണ്? എ. യഹൂദരോട് തർക്കിക്കാൻ. ബി. പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ. സി. ദരിദ്രരെ സഹായിക്കാൻ. ഡി. രാജാവിനെ കാണാൻ. ഉത്തരം ബി. പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ. ചോദ്യം 24. അന്ത്യോക്യയിൽ വെച്ച് പൗലോസ് കേപ്പയെ എപ്രകാരമാണ് എതിർത്തത്? എ. മുഖത്ത് നോക്കി എതിർത്തു. ബി. കത്തെഴുതി എതിർത്തു. സി. മറ്റുള്ളവരോട് പരാതിപ്പെട്ടു. ഡി. രഹസ്യമായി എതിർത്തു. ഉത്തരം എ. മുഖത്തു നോക്കി എതിർത്തു. ചോദ്യം 25. തൻ്റെ അധ്വാനത്തിന് ഗലാത്യക്കാരുടെ ഇടയിൽ എന്ത് സംഭവിച്ചോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്? എ. വൃഥാവിലായോ. ബി. ഫലം തന്നോ. സി. കൂട്ടായ്മയ്ക്ക് ഇടയാക്കിയോ. ഡി. വിസ്മരിക്കപ്പെട്ടോ. ഉത്തരം എ. വൃഥാവിലായോ. ചോദ്യം 26. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ പൗലോസ് ആരാകുമായിരുന്നില്ല? എ. ഒരു യാത്രക്കാരൻ. ബി. ഒരു സാക്ഷി. സി. ക്രിസ്തുവിൻ്റെ ദാസൻ. ഡി. ഒരു എഴുത്തുകാരൻ. ഉത്തരം സി. ക്രിസ്തുവിൻ്റെ ദാസൻ. ചോദ്യം 27. 14 വർഷത്തിന് ശേഷം ബാർണബാസിനോട് കൂടെ പൗലോസ് വീണ്ടും പോയത് എവിടേക്കാണ്? എ. ജെറുസലേമിലേക്ക്. ബി. അന്ത്യോക്യയിലേക്ക്. സി. എഫേസോസിലേക്ക്. ഡി. റോമിലേക്ക്.
ഉത്തരം എ ജെറുസലേമിലേക്ക്. ചോദ്യം 28. തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്തിനുള്ള തെളിവുകളാണ് നിരത്തുന്നത്? എ തൻ്റെ യാത്രകളെക്കുറിച്ച്, ബി തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള, സി സഭയിലെ സാമ്പത്തിക കാര്യങ്ങൾ, ഡി പഴയ നിയമ ചരിത്രം. ഉത്തരം ബി തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള. ചോദ്യം 29. ഗലാത്യ 1:10 പൗലോസ്ലീഹ എത്ര ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം സി 3. ചോദ്യം 30. നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. ഇതിന് സമാനമായ ഗലാത്യ വാക്യം ഏത്? എ ഗലാത്യ 2:16, 2:17, 2:18, 2:19. ഉത്തരം എ ഗലാത്യ 2:16. ചോദ്യം 31. ഏത് അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണ് ഗലാത്യ 3:6 പറയുന്നത്? എ ബലിയർപ്പിച്ചത്, ബി ദൈവത്തെ വിശ്വസിച്ചത്, സി കാനാനിൽ താമസിച്ചത്, ഡി നിയമം പാലിച്ചത്. ഉത്തരം ബി ദൈവത്തെ വിശ്വസിച്ചത്. ചോദ്യം 32. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ എന്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു? എ സത്യത്തിൽ നിന്ന്, ബി നന്മയിൽ നിന്ന്, സി സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ഡി കൃപാവരത്തിൽ നിന്ന്. ഉത്തരം ഡി കൃപാവരത്തിൽ നിന്ന്. ചോദ്യം 33. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആര് വഴിയാണ് വിജാതീയരിലേക്ക് വ്യാപിച്ചത്? എ പ്രവാചകൻ വഴി, ബി മോശ വഴി, സി യേശുക്രിസ്തു വഴി, ഡി ദൂതൻ വഴി. ഉത്തരം സി യേശുക്രിസ്തു വഴി. ചോദ്യം 34. ഗലാത്യ 4:10 പ്രകാരം ഗലാത്യക്കാർ ആചരിച്ചിരുന്ന 4 കാര്യങ്ങളിൽ പെടാത്തത് ഏത്? എ മാസങ്ങൾ, ബി ആഴ്ചകൾ, സി ദിവസങ്ങൾ, ഡി വർഷങ്ങൾ. ഉത്തരം ബി ആഴ്ചകൾ. ചോദ്യം 35. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല എന്ന് ഗലാത്യ 2:5 പൗലോസ്ലീഹ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? എ വിജാതീയരെ, ബി രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ, സി യഹൂദ പ്രമാണികളെ, ഡി സഭാ അധികാരികളെ. ഉത്തരം ബി രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ. ചോദ്യം 36. ഹാഗാർ തൻ്റെ മക്കളോടൊത്ത് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? എ അലഞ്ഞു നടക്കുന്നു, ബി ഭരണം നടത്തുന്നു, സി ദാസ്യവൃത്തി ചെയ്യുന്നു, ഡി കൃഷി ചെയ്യുന്നു. ഉത്തരം സി ദാസ്യവൃത്തി ചെയ്യുന്നു. ചോദ്യം 37. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പാലകന് അധീനരല്ലാത്തത്? എ നിയമം റദ്ദാക്കപ്പെട്ടതിനാൽ, ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്, സി ലോകം മാറിയതിനാൽ, ഡി ഭയം ഇല്ലാത്തതിനാൽ. ഉത്തരം ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്. ചോദ്യം 38. പാരമ്പര്യാവകാശം ലഭിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് ചോദിക്കുന്ന ചോദ്യമെന്ത്? എ സ്നേഹം എവിടെ, ബി പിന്നെന്തിനാണ് നിയമം, സി സമാധാനം എവിടെ, ഡി വിശ്വാസം എവിടെ. ഉത്തരം ബി പിന്നെന്തിനാണ് നിയമം. ചോദ്യം 39. എന്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. എ എൻ്റെ പ്രസംഗത്തിൽ നിന്ന്, ബി എൻ്റെ പഠനത്തിൽ നിന്ന്, സി എൻ്റെ വീക്ഷണത്തിൽ നിന്ന്, ഡി എൻ്റെ ഉപദേശത്തിൽ നിന്ന്. ഉത്തരം സി എൻ്റെ വീക്ഷണത്തിൽ നിന്ന്. ചോദ്യം 40. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനങ്ങൾ നൽകി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം നിലവിൽ വന്നത്? എ 100, ബി 430, സി 500, ഡി 400. ഉത്തരം ബി 430. ചോദ്യം 41. തൻ്റെ അപ്പസ്തോലത്വം ലഭിക്കുന്നത് ആര് മുഖേനയെന്നാണ് പൗലോസ് പറയുന്നത്? എ മനുഷ്യൻ മുഖേന, ബി തെരഞ്ഞെടുപ്പ് മുഖേന, സി യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും, ഡി ശിഷ്യന്മാർ മുഖേന. ഉത്തരം സി യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും. ചോദ്യം 42. അഞ്ചാമതായി പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഏതാണ്? എ വിശ്വസ്തത,
ബി നന്മ, സി ദയ, ഡി ക്ഷമ. ഉത്തരം സി ദയ. ചോദ്യം 43. ബാർണബാസിനോടുകൂടെ പൗലോസ് ജെറുസലേമിലേക്ക് പോകാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? എ സഭയുടെ കൽപ്പനയനുസരിച്ച്, ബി ഒരു വെളിപാടനുസരിച്ച്, സി പത്രോസിൻ്റെ ക്ഷണമനുസരിച്ച്, ഡി സ്വന്തം താൽപ്പര്യപ്രകാരം. ഉത്തരം ബി ഒരു വെളിപാടനുസരിച്ച്. ചോദ്യം 44. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഏതുതരം വിശ്വാസമാണ് സുപ്രധാനം? എ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ, ബി വിശ്വാസത്തിലൂടെ പ്രവർത്തനനിരതമായ, സി സ്നേഹത്തിലൂടെ പ്രവർത്തനരഹിതമായ, ഡി സത്യത്തിലൂടെ പ്രവർത്തനനിരതമായ. ഉത്തരം എ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ. ചോദ്യം 45. പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ ഡാഷ് വിശ്വസിച്ചതുകൊണ്ടോ? എ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത്, ബി ദൈവത്തിൽ, സി വചനത്തിൽ, ഡി അബ്രാഹത്തിൽ. ഉത്തരം എ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത്. ചോദ്യം 46. ഗലാത്യ 2:6 ദൈവത്തെക്കുറിച്ചുള്ള പൗലോസ് ലേഖിയുടെ വിശേഷണമെന്ത്? എ ദൈവം കാരുണ്യമാണ്, ബി ദൈവം സ്നേഹമാണ്, സി ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ, ഡി ദൈവം എല്ലാം ക്ഷമിക്കുന്നവനാണ്. ഉത്തരം സി ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ചോദ്യം 47. വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നവർ ആരാണ്? എ ധനികർ, ബി ജ്ഞാനികൾ, സി വിശ്വാസമുള്ളവർ, ഡി നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്നവർ. ഉത്തരം സി വിശ്വാസമുള്ളവർ. ചോദ്യം 48. പൂരിപ്പിക്കുക. നാം തന്നെ ഡാഷ് ജനിച്ചവരാണ് വിജാതീയരിലെ ഡാഷ്. എ റോമാക്കാരായി സൈനികരല്ല, ബി യഹൂദരായി പാപികളായിട്ടല്ല, സി ഗ്രീക്കുകാരായി അടിമകളല്ല, ഡി സഭക്കാരായി ശത്രുക്കളല്ല. ഉത്തരം ബി യഹൂദരായി പാപികളായിട്ടല്ല. ചോദ്യം 49. തൻ്റെ ആദ്യ സന്ദർശന വേളയിൽ ഗലാത്യക്കാർ ആരെയെന്നതുപോലെയാണ് തന്നെ സ്വീകരിച്ചത് എന്നാണ് വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നത്. എ ഒരു പരദേശിയെപ്പോലെ, ബി ഒരു അന്യദേശക്കാരനെ പോലെ, സി ഒരു ശത്രുവിനെ പോലെ, ഡി ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. ഉത്തരം ഡി ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. ചോദ്യം 50. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് വിശുദ്ധ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്? എ സ്വതന്ത്രരാകണം, ബി സ്ഥിരതയുള്ളവരാകണം, സി സ്ഥിരതയോടെ നിൽക്കുവിൻ, ഡി ക്രിസ്തുവിനായി ജീവിക്കുവിൻ. ഉത്തരം സി സ്ഥിരതയോടെ നിൽക്കുവിൻ. ചോദ്യം 51. ഗലാത്യ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? എ യേശുക്രിസ്തുവിൽ വിശുദ്ധരായവരെ, ബി പ്രിയപ്പെട്ട വിശ്വാസികളെ, സി ഭോഷന്മാരായ ഗലാത്യക്കാരെ, ഡി ഗലാത്യയിലെ സഹോദരരെ. ഉത്തരം സി ഭോഷന്മാരായ ഗലാത്യക്കാരെ. ചോദ്യം 52. പൂരിപ്പിക്കുക. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് ഡാഷ്, അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? എ നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ, ബി സൽപ്രവൃത്തികളാലോ, സി പാരമ്പര്യത്താലോ, ഡി ഉപവാസത്താലോ. ഉത്തരം എ നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ. ചോദ്യം 53. ഗലാത്യ അധ്യായം 2-ന്റെ 3-ാമത്തെ തലക്കെട്ടിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 4, ബി 5, സി 6, ഡി 7. ഉത്തരം എ 4. ചോദ്യം 54. അധ്യായവും വാക്യവും ഏത്? ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ, എന്നാൽ ദൈവം ഏകനാണ്. എ ഗലാത്യ 3:13, ബി ഗലാത്യ 3:12, സി ഗലാത്യ 3:28, ഡി ഗലാത്യ 3:20. ഉത്തരം ഡി ഗലാത്യ 3:20. ചോദ്യം 55. സാധിക്കുമായിരുന്നെങ്കിൽ ഗലാത്യക്കാർ എന്തുപോലും തരുമായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ തങ്ങളുടെ സർവ്വവും, ബി സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത്, സി എല്ലാം ലൗകിക സമ്പത്തും, ഡി അവരുടെ വീടുകൾ. ഉത്തരം
ബി സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത്. ചോദ്യം 56. ഗലാത്തിയ 5:17 സമാനമായ വാക്യങ്ങൾ ഏത്? എ റോമ 7:15-22, റോമ 7:15-23, 7:15-25, 7:15-26. ഉത്തരം ബി റോമ 7:15-23. ചോദ്യം 57. ഗലാത്തിയ 4-ാം അധ്യായത്തിന് എത്ര തലക്കെട്ടുകളുണ്ട്? എ 1, ബി 5, സി 3, ഡി 2. ഉത്തരം ഡി 2. ചോദ്യം 58. യഹൂദ ക്രിസ്ത്യാനികൾ പ്രധാനമായും ഏത് ആചാരത്തിനാണ് നിർബന്ധം പിടിച്ചത്? എ ബലിയർപ്പണത്തിന്, ബി പരിച്ഛേദനത്തിന്, സി ദാനധർമ്മത്തിന്, ഡി സാപത്ത് ആചരണത്തിന്. ഉത്തരം ബി പരിച്ഛേദനത്തിന്. ചോദ്യം 59. വാക്യമേത്? ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. ഗലാത്തിയ 1:12, 1:13, 1:14, 1:20. ഉത്തരം ഡി ഗലാത്തിയ 1:20. ചോദ്യം 60. പൗലോസിന് അപ്പസ്തോലാധികാരം ഇല്ല എന്ന് യഹൂദാചാരവാദികൾ പറയാൻ കാരണമെന്ത്? എ 12 ശിഷ്യരിൽ പെടാത്ത വ്യക്തിയായതിനാൽ, ബി വിജാതിയർക്കായി സുവിശേഷം ലാഘവപ്പെടുത്തിയതിനാൽ, സി അദ്ദേഹം ജയിലിലായതിനാൽ, ഡി അദ്ദേഹം ജെറുസലേമിൽ താമസിക്കാത്തതിനാൽ. ഉത്തരം ബി വിജാതിയർക്കായി സുവിശേഷം ലാഘവപ്പെടുത്തിയതിനാൽ. ചോദ്യം 61. ഗലാത്തിയ 4:20 പ്രകാരം ഗലാത്യരെക്കുറിച്ചുള്ള പൗലോസ്ലീഹയുടെ മാനസികാവസ്ഥ എന്തെന്നാണ് പറയുന്നത്? എ സന്തോഷവാനാണ്, ബി അഭിമാനിക്കുന്നു, സി ശാന്തനാണ്, ഡി അസ്വസ്ഥനാണ്. ഉത്തരം ഡി അസ്വസ്ഥനാണ്. ചോദ്യം 62. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെ എന്തിനു നിർബന്ധിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പരിച്ഛേദനത്തിന്, ബി ബലിയർപ്പിക്കാൻ, സി പരിച്ഛേദന കർമ്മത്തിന്, ഡി നിയമം പാലിക്കാൻ. ഉത്തരം സി പരിച്ഛേദന കർമ്മത്തിന്. ചോദ്യം 63. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബ പിതാവ് എന്ന് വിളിക്കുന്ന എന്താണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? എ തൻ്റെ വചനത്തെ, ബി തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, സി പരിശുദ്ധാത്മാവിനെ, ഡി തൻ്റെ സ്നേഹത്തെ. ഉത്തരം ബി തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. ചോദ്യം 64. ഗലാത്തിയയിലെ സഭയിൽ എത്തരത്തിലുള്ള വിശ്വാസികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്? എ യഹൂദ ക്രിസ്ത്യാനികൾ, ബി റോമൻ ഉദ്യോഗസ്ഥർ, സി യഹൂദേതര ക്രിസ്ത്യാനികൾ, ഡി ഗ്രീക്ക് പണ്ഡിതന്മാർ. ഉത്തരം സി യഹൂദേതര ക്രിസ്ത്യാനികൾ. ചോദ്യം 65. ഹാഗാർ എവിടെ നിന്നുള്ളവളാണ് എന്നാണ് ഗലാത്തിയ 4:24 പറയുന്നത്? എ സിയോൻ മലയിൽ നിന്ന്, ബി സീനായ് മലയിൽ നിന്നുള്ളവൾ, സി ഒലിവ് മലയിൽ നിന്ന്, ഡി ഹോറബ് മലയിൽ നിന്ന്. ഉത്തരം ബി സീനായ് മലയിൽ നിന്നുള്ളവൾ. ചോദ്യം 66. ഗലാത്തിയ 4:10 എത്ര കാര്യങ്ങൾ ആചരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്? എ 2, ബി 6, സി 4, ഡി 10. ഉത്തരം സി 4. ചോദ്യം 67. യേശുക്രിസ്തുവിലുള്ള തങ്ങളുടെ എന്തിനെ ചൂഷണം ചെയ്ത് അടിമത്തത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നതിനാണ് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് പൗലോസ് പ്രസ്താവിക്കുന്നത്? എ സമ്പത്തിനെ, ബി അധികാരത്തെ, സി സ്വാതന്ത്ര്യത്തെ, ഡി അറിവിനെ. ഉത്തരം സി സ്വാതന്ത്ര്യത്തെ. ചോദ്യം 68 പൂരിപ്പിക്കുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ഡാഷ് അറിയുന്നു. എ ദൈവം നിന്നെ, ബി നിങ്ങളെ എല്ലാവരും, സി ദൈവം നിങ്ങളെ, ഡി ദൈവപുത്രൻ നിങ്ങളെ. ഉത്തരം സി ദൈവം നിങ്ങളെ. ചോദ്യം 69. അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സദുദ്ദേശത്തോടെയല്ല, മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ എന്ത് ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ ഒറ്റപ്പെടുത്തുകയാണ്, ബി പഠിപ്പിക്കുകയാണ്, സി സഹായിക്കുകയാണ്, ഡി നയിക്കുകയാണ്. ഉത്തരം എ ഒറ്റപ്പെടുത്തുകയാണ്. ചോദ്യം 70. വിശ്വാസം വഴി ജീവിക്കുന്നത് ആരെന്നാണ് ഗലാത്യ 3:11 പറയുന്നത്? എ പാപി,
ബി ബലവാൻ, സി നീതിമാൻ, ഡി ധനികൻ. ഉത്തരം സി നീതിമാൻ. ചോദ്യം 71. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ബി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, സി ഉച്ഛിഷ്ടം പോലെയായിരിക്കുന്നു, ഡി തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം എ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 72. ഗലാത്യ 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? എ ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ വ്യാപാരങ്ങളും, ബി ആത്മാവിൻ്റെ വ്യാപാരങ്ങളും ജഡത്തിൻ്റെ ഫലങ്ങളും, സി ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും, ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ഉത്തരം ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ചോദ്യം 73. ഗലാത്യ 1-ാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ടായ അഭിവാദനത്തിൽ പറയുന്ന അവസാന വാക്ക് ഏത്? എ മഹത്വമുണ്ടാകട്ടെ, ബി ആമേൻ, സി കൃപയും സമാധാനവും, ഡി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉത്തരം ബി ആമേൻ. ചോദ്യം 74. എന്തിനായി അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, ബി വിവേകം പ്രാപിക്കാൻ, സി നിയമത്തിന് വിധേയരായിരിക്കാൻ, ഡി പാപത്തിൽ തുടരാൻ. ഉത്തരം സി നിയമത്തിന് വിധേയരായിരിക്കാൻ. ചോദ്യം 75. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസിന് ലഭിച്ചതെന്ത്? എ അധികാരം, ബി പൗലോസ് പ്രസംഗിച്ച സുവിശേഷം, സി പുതിയ വസ്ത്രം, ഡി ധാരാളം പണം. ഉത്തരം ബി പൗലോസ് പ്രസംഗിച്ച സുവിശേഷം. ചോദ്യം 76. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി 2 കൂട്ടരുടെ സംരക്ഷണത്തിനായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പറയുന്ന വിഭാഗം ഏത്? എ കാര്യസ്ഥന്മാർ, ബി ഭൃത്യന്മാർ, സി രക്ഷാകർത്താക്കൾ, ഡി ഗുരുക്കന്മാർ. ഉത്തരം എ കാര്യസ്ഥന്മാർ. ചോദ്യം 77. ഗലാത്യ 3:7 പ്രകാരം ആരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ? എ ഇസ്രായേല്യർ, ബി വിശ്വാസമുള്ളവർ, സി നിയമജ്ഞർ, ഡി വിജാതീയർ. ഉത്തരം ബി വിശ്വാസമുള്ളവർ. ചോദ്യം 78. പൗലോസ് കേഫായോടൊപ്പം എത്ര ദിവസം താമസിച്ചു? എ 7 ദിവസം, ബി 10 ദിവസം, സി 15 ദിവസം, ഡി 1 മാസം. ഉത്തരം സി 15 ദിവസം. ചോദ്യം 79. എപ്രകാരം വ്യാപരിക്കാനാണ് ഗലാത്യ 5:16 വിശുദ്ധ പൗലോസ് പറയുന്നത്? എ ആത്മാവ് നയിക്കുന്നത് പോലെ, ബി ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച്, സി ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്, ഡി ആത്മാവിൻ്റെ അഭീഷ്ടപ്രകാരം. ഉത്തരം സി ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്. ചോദ്യം 80. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്ന വാക്യം വരുന്ന വചനമേത്? ഗലാത്യ 2:15, 2:16, 2:17, 2:18. ഉത്തരം ഗലാത്യ 2:16. ചോദ്യം 81. ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിച്ചത്? എ മോശയ്ക്ക്, ബി ദാവീദിന്, സി അബ്രാഹത്തിന്, ഡി പൗലോസിന്. ഉത്തരം സി അബ്രാഹത്തിന്. ചോദ്യം 82. താൻ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് 2:20 പൗലോസ് പറയുന്നത്? എ സ്നാനപ്പെട്ടിരിക്കുന്നു, ബി ഉപവസിച്ചിരിക്കുന്നു, സി ക്രൂശിതനായിരിക്കുന്നു, ഡി മൃതനായിരിക്കുന്നു. ഉത്തരം സി ക്രൂശിതനായിരിക്കുന്നു. ചോദ്യം 83. ജെറുസലേമിലേക്ക് പോയത് ആരെ കാണാനാണ്? എ അന്ത്രയോസിനെ, ബി യാക്കൂബിനെ, സി കേഫായെ, ഡി യോഹന്നാനെ. ഉത്തരം സി കേഫായെ. ചോദ്യം 84 പൂരിപ്പിക്കുക. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ ഡാഷ്. എ പ്രയത്നിക്കുകയാണോ, ബി ശ്രമിക്കുകയാണോ, സി യത്നിക്കുകയാണോ, ഡി പരിശ്രമിക്കുകയാണോ? ഉത്തരം സി യത്നിക്കുകയാണോ. ചോദ്യം 85. ഗലാത്യ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 25, ബി 40, സി 31, ഡി 16. ഉത്തരം സി 31.
ചോദ്യം 86. പൗലോസ് കേപ്പയെ മുഖത്തു നോക്കി എതിർക്കാൻ കാരണമെന്ത്? എ. പണം ആവശ്യപ്പെട്ടതുകൊണ്ട്. ബി. കേപ്പയിൽ കുറ്റം കണ്ടതുകൊണ്ട്. സി. കേപ്പ പ്രസംഗം തടഞ്ഞതുകൊണ്ട്. ഡി. ഭയം കാരണം. ഉത്തരം ബി. കേപ്പയിൽ കുറ്റം കണ്ടതുകൊണ്ട്. ചോദ്യം 87. ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത് ആരുടെ അഭീഷ്ടമനുസരിച്ചാണ്? എ. പിതാവായ ദൈവത്തിൻ്റെ. ബി. ജനങ്ങളുടെ. സി. പൗലോസിൻ്റെ. ഡി. തൻ്റെ സ്വന്തം. ഉത്തരം എ. പിതാവായ ദൈവത്തിൻ്റെ. ചോദ്യം 88. ഞാൻ തന്നെയും ആരെപ്പോലെയാണെന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് പ്രഖ്യാപിക്കുന്നത്? എ. നിങ്ങളെപ്പോലെയാണല്ലോ. ബി. ക്രിസ്തുവിനെ പോലെ. സി. പിതാവിനെ പോലെ. ഡി. ഒരു യഹൂദനെ പോലെ. ഉത്തരം എ. നിങ്ങളെപ്പോലെയാണല്ലോ. ചോദ്യം 89. പൂരിപ്പിക്കുക. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും ഡാഷ് വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. എ. കുറ്റപ്പെടുത്തുന്നവരും. ബി. കോപിക്കുന്നവരും. സി. അസൂയപ്പെടുന്നവരും. ഡി. വിധിക്കുന്നവരും. ഉത്തരം സി. അസൂയപ്പെടുന്നവരും. ചോദ്യം 90. അധ്യായവും വാക്യവും ഏത്? എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് വൃദ്ധനായി. ഗലാത്യ 2:17, 2:18, 2:19, 2:20. ഉത്തരം സി. ഗലാത്യ 2:19. ചോദ്യം 91. ബാർണബാസിനോട് കൂടെ ജെറുസലേമിലെത്തിയ പൗലോസ് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായി അവതരിപ്പിച്ചത് എന്താണ്? എ. പഴയ നിയമം. ബി. വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. സി. യാത്രാവിവരണം. ഡി. സഭയുടെ കണക്കുകൾ. ഉത്തരം ബി. വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. ചോദ്യം 92. ഗലാത്യക്കാർക്കായി എന്ത് നിലനിർത്തേണ്ടതിനാണ് പൗലോസും കൂട്ടരും വ്യാജ സഹോദരർക്ക് വശപ്പെടാതിരുന്നത്? എ. സുവിശേഷത്തിൻ്റെ സത്യം. ബി. സഭയുടെ അധികാരം. സി. യഹൂദ ആചാരങ്ങൾ. ഡി. സ്വന്തം മാനം. ഉത്തരം എ. സുവിശേഷത്തിൻ്റെ സത്യം. ചോദ്യം 93. പൂരിപ്പിക്കുക. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ഡാഷ് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. എ. ദൈവമക്കൾക്ക്. ബി. ദൈവത്തിൻ്റെ ഇസ്രായേലിന്. സി. വിശ്വസിക്കുന്നവർക്ക്. ഡി. അനുസരിക്കുന്നവർക്ക്. ഉത്തരം ബി. ദൈവത്തിൻ്റെ ഇസ്രായേലിന്. ചോദ്യം 94. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ ദൈവം അറിയിച്ചത് ആരെയാണ്? എ. മോശയെ. ബി. പൗലോസിനെ. സി. അബ്രാഹത്തെ. ഡി. ദാവീദിനെ. ഉത്തരം സി. അബ്രാഹത്തെ. ചോദ്യം 95. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. ഇതിന് സമാനമായ ഗലാത്യ വാക്യം ഏത്? ഗലാത്യ 3:12, 3:11, 3:27, 3:30. ഉത്തരം എ. ഗലാത്യ 3:12. ചോദ്യം 96. ഗലാത്യ 4:3 സമാനമായ വാക്യം ഏത്? എ. ഫിലിപ്പി 1:6, ബി. കൊളോസോസ് 2:20, സി. റോമ 8:1, ഡി. എഫേസോസ് 2:8. ഉത്തരം ബി. കൊളോസോസ് 2:20. ചോദ്യം 97. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 3:29 പറയുന്നത്? എ. അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ബി. പുതിയ ഇസ്രായേല്യരാണ്. സി. നിയമത്തിൻ്റെ അവകാശികളാണ്. ഡി. ലോകത്തിൻ്റെ അധിപന്മാരാണ്. ഉത്തരം എ. അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ചോദ്യം 98. എവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്? എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്? എ. വിശ്വാസത്തിൽ. ബി. നിയമത്തിൽ. സി. ആത്മാവിൽ. ഡി. ലോകത്തിൽ. ഉത്തരം സി. ആത്മാവിൽ. ചോദ്യം 99. അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യേ, നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്തെന്നാൽ ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണുള്ളത്. ഗലാത്യ 4:27 ഉദ്ധരിച്ചിരിക്കുന്ന ഈ വരികൾ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? എ. ജെറമ്യ 1:5, ബി. സങ്കീർത്തനങ്ങൾ 127:3, സി. ഉൽപ്പത്തി 18:10, ഡി. ഏശയ്യ 54:1. ഉത്തരം ഡി. ഏശയ്യ 54:1. ചോദ്യം 100.
എപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എന്നാണ് ഗലാത്യ 4:4 പറയുന്നത്. എ സമയം പൂർത്തിയായപ്പോൾ, ബി കാലസമ്പൂർണത വന്നപ്പോൾ, സി സമയത്തിൻ്റെ പൂർണ്ണതയിൽ, ഡി കാലത്തിൻ്റെ പൂർണ്ണതയിൽ. ഉത്തരം ബി കാലസമ്പൂർണത വന്നപ്പോൾ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.